പിടിക്കാൻ വേണ്ടി ഇനി മുളകൊക്കെ ചേട്ടാ അട്ടത്തേക്കൊക്കെ ചിരിച്ച് ഹായ് എന്നിട്ട് കയ്യിൽ കൊണ്ട് ഹായ് ഹായ് ഞാൻ ഹായ് അമ്മയും മകനും എങ്ങോട്ടാണല്ലേ പോകുന്നത്? നമുക്കിന്ന് തവര വറവുണ്ടാക്കിയാൽ കുറച്ച് തവര പറിക്കാൻ പോവുകയാണ് ഞാനും മോനും. ഇതാ കുറച്ച് കിട്ടി, ഇതാ അവനിതാ തവരയെടുത്ത് അങ്ങ് ദൂരെ നിൽക്കുന്നത് കണ്ടോ. പിന്നെയും ഇതാ കാട്ടിലൊക്കെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അവ ഓരോന്നും ഞാൻ നുള്ളി എടുത്തു. പിന്നെ ഇത് അവൻ എൻ്റെ പുറകെ തന്നെ ഉണ്ട്. മോൻ തൊട്ടാവടിയ പൂവൊക്കെ പറിച്ച് മണത്ത് നോക്കുകയെന്ന തിരക്കിലാണ്. പിന്നെയും ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടന്നു പോയി. അവിടെ നിന്നും ഒരു കുറുന്തോട്ടിയുടെ ഇല പിഴുതു പറിച്ച് എനിക്ക് തവര എന്ന് പറഞ്ഞ് തന്നു. പാവ, അവനെ കൊതുക് കടിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഒട്ടും വൈകിയില്ല, നേരെ വീട്ടിലേക്ക് പോയി. അത് അവിടെ നിന്ന് ഒരു ചെടി പിഴുതു പറിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴതാ വരുന്നു ആശുട്ടൻ്റെ സ്വന്തം നീച്ചി ചേച്ചി. പിന്നെ നീച്ചി ചേച്ചിയുടെ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു ആശുട്ടൻ വീട്ടിലേക്ക് ഓടി കളിക്കുവാൻ വേണ്ടി. പിന്നെ നമ്മൾ തവരയൊക്കെ പറിച്ച് വീട്ടിലേക്ക് പോയി. തവരയൊക്കെ കഴുകി നല്ല നൈസായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്ത്. ഈ തവരയൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി കിട്ടുന്നവയാണ്. മഴക്കാലമായാൽ പറമ്പുകളിലൊക്കെ ഉണ്ടാകും. ഒരു വിഷാംശവുമില്ലാത്ത നല്ല ഒന്നാം തരം ഒരു ഇലക്കറി. അതിലേക്ക് കുറച്ച് കാന്താരി മുളകിട്ടു. പിന്നെ ചെറിയൊരു കഷ്ണം ഉള്ളിയും മുറിച്ചിട്ടു. കുറച്ച് ഉപ്പുമിട്ട് നന്നായി പിഴിഞ്ഞെടുത്തു. ആറഞ്ചം പുറഞ്ചം തവരയെ ഞെക്കിയെടുത്ത്. പിന്നെ ഒരു ചീനച്ചട്ടിയിൽ കടുക്, അരി, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ അരിഞ്ഞു വെച്ച തവരയും ഇട്ട് നന്നായി ഇളക്കി. പിന്നെ കുറച്ച് തേങ്ങയും ഇട്ടു. വെളുത്തുള്ളി ചതച്ചിട്ടാണ് ഞാൻ ഇട്ടത്. നല്ല വെന്ത് വന്നതിന് ശേഷം നല്ലൊരു മണം വന്നു. പിന്നെ ചോറും കൂട്ടി കഴിച്ചു.